ഗുഡ് മോർണിംഗ് യൂട്യൂബ്. ഞാനിന്നിപ്പോൾ ഇവിടെ ഉള്ളത് നമ്മുടെ ചെന്നൈയിലുള്ള മറീന ബീച്ചിലാണ്. വെയിലടിച്ചിട്ട് കണ്ണ് തുറക്കാൻ കഴിയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. ഇപ്പോൾ കൊറോണ കാരണം ഒരുപാട് ഡിസ്റ്റൻസ് ആയിട്ട് കോഴ്സുകൾ ചെയ്യുന്ന കുട്ടികളുടെ സർട്ടിഫിക്കറ്റ്സ് കിട്ടാൻ നല്ല ഡിലേ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ചെറിയ സമയത്തിനുള്ളിൽ അവരുടെ സർട്ടിഫിക്കറ്റ്സ് എങ്ങനെ കയ്യിൽ കിട്ടാമെന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഫ്രണ്ട് ജാസിം ഫ്രം പട്ടാമ്പി. അപ്പോൾ ഗൈസ്, പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിന് നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ തേർഡ് ഇയറിൻ്റെ മാർക്ക് ലിസ്റ്റിൻ്റെ ഒരു കോപ്പി, പ്ലസ് നമ്മുടെ കോഴ്സ് കംപ്ലീഷൻ്റെ ഒരു കോപ്പി, പ്ലസ് നമ്മുടെ ഒരു റിക്വസ്റ്റ് ലെറ്റർ. നമുക്ക് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുള്ളതിൻ്റെ ഒരു റിക്വസ്റ്റ് ലെറ്റർ, പ്ലസ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്നതിൻ്റെ മുന്നായിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ID കാർഡ് നമ്മളൊന്ന് അവിടെ കാണിച്ചു കൊടുക്കേണ്ടതാണ്. ഈ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് കൺസോളിഡേറ്റഡ് മാർക്ക് സ്റ്റേറ്റ്മെൻറ്റും അപ്ലൈ ചെയ്യാം ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ. അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ സെൻറ്റർ എന്നുള്ള ബിൽഡിങ്ങിന് തൊട്ട് റൈറ്റ് സൈഡിൽ ഒരു തേർഡ് ഫ്ലോറിൽ ഒരു ഓഫീസ് ഉണ്ട്. ഇൻഫോർമേറ്റീവ് സെൻറ്ററിൻ്റെ അടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ബിൽഡിങ്ങിൽ. സോ അതിൽ തേർഡ് ഫ്ലോറിൽ ഒരു ഓഫീസിൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് സർട്ടൻ ഡോക്യുമെൻറ്റ്സ് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് കൺസോളിഡേറ്റ് മാർക്ക് സ്റ്റേറ്റ്മെൻറ്റ് വീട്ടിലേക്ക് എത്തുന്നതാണ്. അതിനുവേണ്ടി അപ്ലൈ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അതിപ്പോൾ ഈ എന്തോ എക്സാം ഒക്കെ നടക്കുന്നത് കാരണം കുറച്ചൊരു ഡിലേ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. എന്നാലൊരു 1 മന്ത്, മാക്സിമം 1 മന്തിനുള്ളിൽ നമുക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അതെ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ജുനൈദ് പറഞ്ഞ പോലെ തന്നെ ആ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി പ്ലസ് CC, അതായത് കോഴ്സ് കംപ്ലീഷൻ്റെ ആ ഡോക്യുമെൻറ്റ് അതിൻ്റെ ഒരു കോപ്പി വേണം. പ്ലസ് നമ്മൾ ആ ഇൻഫർമേഷൻ സെൻറ്ററിൽ നമ്മളൊരു മറ്റേ ഫോം ഒബ്റ്റെയിൻ ചെയ്യും. ആ ഫോം ഡീറ്റെയിൽസ് നമ്മളൊക്കെ ഫിൽ ചെയ്ത് അതിലേക്കൊരു ഓഫ്ലൈൻ ചലാൻ കോപ്പിയും കൂടി നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ സെൻറ്ററിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യും. അത് തൊട്ടടിയിൽ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഇന്ത്യൻ ബാങ്ക്, അതിൻ്റെ ഒരു ശാഖ തന്നെ അവിടെ യൂണിവേഴ്സിറ്റി മദ്രാസ് ക്യാമ്പസിൽ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെ പോയതിന് ശേഷം ഓൾമോസ്റ്റ് 1500 രൂപ പ്ലസ് ബാങ്ക് ചാർജ് ആയ ഒരു 10 രൂപയാണ് ഇതിന് വരുന്ന ചലാൻ്റെ പേയ്മെൻറ്റ് ടോട്ടൽ. അവിടുന്ന് ആ റെസിപ്റ്റ് എടുത്ത് നേരെ ഇൻഫോർമേറ്റീവ് സെൻറ്ററിലെ ഓപ്പോസിറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ തേർഡ് ഫ്ലോറിൽ പോയിട്ട് ഈ നമ്മളിപ്പോൾ കോപ്പി എടുത്ത് വെച്ച എല്ലാ ഡോക്യുമെൻറ്റ്സും പ്രസൻറ്റ് ചെയ്ത് ഇതിൻ്റെ കൂടെ ആ എൻവലപ്പും അതിൽ സ്റ്റാമ്പും ആ എൻവലപ്പിൻ്റെ കാര്യം പറഞ്ഞില്ല, അതൊന്ന് പറഞ്ഞോളൂ. എൻവലപ്പ് ഒരു 15 രൂപയുടെ ഒരു എൻവലപ്പും ഉണ്ട്. പിന്നെ അവിടെ നിന്ന് തന്നെ എല്ലാ ഗൈഡൻസും അവരെല്ലാ പ്രൊസീജിയേഴ്സും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടും അതിൽ ഒന്നും ഉൾപ്പെട്ടതാണ് ഇപ്പോൾ ഈ മറ്റൊരു എൻവലപ്പ്. നമ്മുടെ പേപ്പേഴ്സ് ഒക്കെ മാർക്ക് ലിസ്റ്റ് വരാൻ, കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് വീട്ടിലേക്ക് പോസ്റ്റൽ വഴി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻവലപ്പ്, അതിലേക്കുള്ള ഒരു സ്റ്റാമ്പ് പേപ്പേഴ്സ്, ഈ 15 രൂപയുടെ 3 സ്റ്റാമ്പ് പേപ്പേഴ്സ്, ഇതൊക്കെ അവിടെ ആ ഒരു യൂണിവേഴ്സിറ്റി പരിസരത്തിൽ തന്നെ നമുക്ക് അത് ഒബ്റ്റെയിൻ ചെയ്യാവുന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇതിൻ്റെ കൂടെ കയറ്റിയിടും. അപ്പോൾ ഗൈസ്, ഇതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ബിൽഡിങ്. ചെന്നൈയിലുള്ള ചെപ്പോക്കിലുള്ള മദ്രാസ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ ഉള്ളിലാണ് ഇത് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിലൂടെ ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഏരിയ വരിക. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഇവിടെയാണ് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. പിന്നെ ഇൻഫോർമേറ്റീവ് സെൻറ്റർ ഇവിടെയാണ്. ചലാനടയ്ക്കാനുള്ള ഓഫ്ലൈൻ റെസിപ്റ്റ് അങ്ങനത്തെ സംഗതികളൊക്കെ കിട്ടുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്നാണ്. ഇവിടെ ക്യാമ്പസിൻ്റെ ഒരു റൂട്ട് മാപ്പ് അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇതിലൂടെ പോയി റൈറ്റിൽ നോക്കിയാൽ ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ച് ഇവിടെ കാണാം. ഇവിടെ നിന്നാണ് ചലാനിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ടത്. ഞങ്ങളും ഇവിടെ നിന്നാണ് ചെയ്തിട്ടുള്ള പേയ്മെൻറ്റ്. ഇവിടുന്ന് റെസിപ്റ്റ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഒരു ചലാൻ റെസിപ്റ്റ് കിട്ടും. അത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യണം. ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ എല്ലാ ആപ്ലിക്കേഷൻ ഫോമും നമ്മളൊരു കവറിലിട്ട് കൊടുക്കണം. ആ കവർ വാങ്ങാൻ പിന്നെ സിറോക്സ് കോപ്പീസ്, നമ്മളെ കൊടുക്കുന്ന ഡേറ്റാസിൻ്റെ ഓരോരോ ഡോക്യുമെൻസിൻ്റെ ഒക്കെ കോപ്പി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിലൂടെ നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഷോപ്പുണ്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട്, ഈ റൈറ്റ് സൈഡിൽ. നിങ്ങളിവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇത് തിരഞ്ഞ് നടക്കേണ്ടി വരില്ല. ഈ റൂട്ടും കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി. ഈ ജീബ്ര ലൈൻ ക്രോസ് ചെയ്ത് ഈ ബിൽഡിങ്ങിൻ്റെ ഇടയിലൂടെ സ്ട്രൈറ്റ് ആയി പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലാണ് ബിൽഡിങ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ബിൽഡിംഗ് അല്ല, ഒരു ചെറിയ ഷോപ്പ്. ഇവിടുന്ന് കോപ്പി ഡേറ്റാസ് എല്ലാതും കൊടുക്കുന്ന ഒരു കവറ് എല്ലാം കിട്ടും. അതിൻ്റെ കൂടെ ഒരു 15 രൂപയുടെ സ്റ്റാമ്പും കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ആ സ്റ്റാമ്പ് ഒട്ടിച്ചതിന് ശേഷം എൻവലപ്പ് ഉണ്ടാവുക? ഇതിൻ്റെ താഴെ
നമ്മുടെ ടു അഡ്രസ്സ് എഴുതിയതിന് ശേഷം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ 3rd ഫ്ലോറിലുള്ള ഈ റൂം നമ്പർ 363 അഡീഷണൽ കൺട്രോളർ ഓഫ് എക്സാം എന്ന റൂമിലാണ് നമ്മൾ ഇതെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത്.